أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ما كان محمد أبا أحد من رجالكم ولكن رسول الله وخاتم النبيين وكان الله بكل شيء عليما. ഈ ആയത്തിന്റെ തർജുമ ഇപ്രകാരമാണ്: മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെപ്പോലുള്ള ഒരു പുരുഷന്മാരുടെയും പിതാവല്ല, എന്നാൽ അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലും എല്ലാ നബിമാരുടെ ഖാത്തമുമാണ്. അള്ളാഹു എല്ലാ കാര്യങ്ങളും നല്ലപോലെ അറിയുന്നവനാണ്. പാകിസ്ഥാനിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞുകൊണ്ട് അഹമ്മദികൾക്കെതിരിൽ രാഷ്ട്രീയക്കാരും പണ്ഡിതന്മാരും തങ്ങളുടെ വിദ്വേഷം പുറത്തെടുക്കാറുണ്ട്. അവരുടെ ചിന്തയനുസരിച്ച് ഇതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം. സമൂഹത്തെ തങ്ങളുടെ പിന്നാലെ നടത്തുന്നതിനായി, തങ്ങളുടെ കൂടെ നിൽക്കുന്നവരാക്കി തീർക്കുന്നതിനായി, അതുപോലെ പ്രസിദ്ധി നേടുന്നതിന്, അതിനായി ഏറ്റവും വലിയ ആയുധം മുസ്ലിങ്ങളുടെ വികാരത്തെ പ്രകോപിപ്പിക്കുന്നതിനായി ഉപയോഗിക്കാൻ സാധിക്കുന്നത് അത് ഖതമെ നുബുവത്തിന്റെ ആയുധമാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അവസ്ഥ മോശമായി തീരുമ്പോൾ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന്റെ ഇഷ്ടപ്പെടലിന്റെ നിലവാരം കുറയുമ്പോൾ, അതിന്റെ ഗ്രാഫ് താഴേക്ക് വീഴുമ്പോൾ, നാമധാരികളായ മതസംഘടനകൾ രാഷ്ട്രീയ പ്രസിദ്ധി കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുമ്പോൾ, മറ്റു സംഘടനകളെ, മറ്റു രാഷ്ട്രീയ പാർട്ടികളെ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയക്കാരെ താറടിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, അഹമ്മദികളുമായി അവരെ ബന്ധിപ്പിച്ചുകൊണ്ട് ഇവർ പറയും: നോക്കൂ, ഇത് എത്ര വലിയ അക്രമമാണ് നടക്കുന്നത്. വിദേശ രാജ്യങ്ങളുടെ സ്വാധീനത്തിൽപ്പെട്ട് ഇവർ അഹമ്മദികളെ മെയിൻ സ്ട്രീം മുസ്ലിങ്ങളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അഹമ്മദികളാകട്ടെ ഇവരുടെ ചിന്തയനുസരിച്ച് ഖത്മെ നുബുവത്തിനെ നിഷേധിക്കുന്നവരാണ്. ഇവർ പറയുന്നു, നാമധാരികളായ ഇസ്ലാമിനോട് വേദനയുണ്ട് എന്ന് പറയുന്ന ഇവർ, ഞങ്ങൾ റിസാലത്തിന്റെ മഹത്വത്തിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ അനുവദിക്കുകയില്ല, അത്തരം അക്രമം ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കുകയില്ല. ഇതെത്ര വലിയ അക്രമമാണ് അഹമ്മദികളെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. വീണ്ടും ഇതുകൂടി പറയുന്നു,
ഞങ്ങൾ ഈ ലക്ഷ്യത്തിനു വേണ്ടി ഞങ്ങളുടെ ജീവനും ത്യാഗം ചെയ്യുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ പാർട്ടി, അവർ ഭരണം നിർവഹിക്കുന്നവരാകട്ടെ, അവരുടെ പ്രതിനിധി ഉടനെ തന്നെ അസംബ്ലിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയും, ഈ ചോദ്യം തന്നെ ഉദിക്കുന്നില്ല, അഹമ്മദികൾക്ക് എന്തെങ്കിലും അവകാശം ലഭിക്കുക എന്നത്. എന്നല്ല, ഒരു പാകിസ്ഥാനി പൗരൻ എന്ന നിലയിൽ എന്തെങ്കിലും അവകാശം ഉണ്ട് എങ്കിൽ പോലും അത് താഴേക്കിടയിലുള്ള ഒരു പൗരൻ എന്ന നിലയിലുള്ളതാണെങ്കിലും ശരി, അല്പസ്വല്പം അവകാശങ്ങൾ ലഭിച്ചിട്ടുള്ളത് അവർ ഈ മുദ്രാവാക്യം മുഴക്കും, ഇതുകൂടി എടുത്തു കളയേണ്ടതാണ്. എല്ലാവർക്കും അവരുടേതായ രാഷ്ട്രീയ അജണ്ടകളുണ്ട്, എല്ലാവർക്കും സ്വാർത്ഥമായ താല്പര്യങ്ങളുണ്ട്. എന്നാൽ അതിലേക്ക് ഒരു ബന്ധവും ഇല്ലാതെ തന്നെ നിർബന്ധപൂർവം അഹമ്മദികളെ വലിച്ചിഴക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. അത് പ്രതിപക്ഷത്തെ അസംബ്ലി മെമ്പർമാരാകട്ടെ, ഭരണപക്ഷ അസംബ്ലി മെമ്പർമാരാകട്ടെ, മുൻകടന്ന് അഹമ്മദികൾക്കെതിരിൽ സംസാരിക്കുന്നു. അഹമ്മദിയ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരിക്കലും തന്നെ ഒരു വിദേശ രാജ്യശക്തികളോടും ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് പാകിസ്ഥാനിലെ ഭരണഘടനയിൽ ഭേദഗതി വരുത്തി നിയമത്തിന്റെയും ഭരണഘടനയുടെയും അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ എന്ന് പറയിപ്പിക്കണം. ഞങ്ങൾ ഒരു പാകിസ്ഥാനി ഭരണകൂടത്തോടും ഒരിക്കലും തന്നെ ഇതിന്റെ ഭിക്ഷയും യാചിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു അസംബ്ലിയുടെയോ ഭരണകൂടത്തിന്റെയോ മുസ്ലിം എന്ന് പറയപ്പെടുന്നതിനു വേണ്ടി ഏതെങ്കിലും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യവും ഇല്ല. ഞങ്ങൾ ഞങ്ങളെ സ്വയം മുസ്ലിങ്ങളാണ് എന്ന് പറയുന്നു. ഞങ്ങൾ മുസ്ലിങ്ങൾ തന്നെയാണ്. ഞങ്ങളെ അള്ളാഹുവും അവന്റെ റസൂലും മുസ്ലിങ്ങൾ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാ എന്ന കലിമ ചൊല്ലുന്നവരാണ്. ഞങ്ങൾ എല്ലാ ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും വിശ്വസിക്കുന്നവരാണ്. ഞങ്ങൾ വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്നവരാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖാതമുൻ നബിയ്യീൻ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഏതുപോലെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു. അതാണ് ഞാനിപ്പോൾ തിലാവത്ത് ചെയ്തത്. ഞങ്ങൾ ഈ കാര്യത്തിൽ പൂർണ്ണമായ ഉൾക്കാഴ്ചയോടുകൂടി നിലനിൽക്കുന്നവരാണ്. ഹദ്റത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമുൻ നബിയ്യീൻ ആണ് എന്നല്ല, ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വളരെ വ്യക്തവും കൃത്യവുമായ നിലയിൽ എഴുതിയിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ അതിന്റെ വിശദീകരണം നൽകിയിട്ടുണ്ട്. ആരാണോ ഖത്മെ നുബുവത്തിനെ നിഷേധിക്കുന്നത്, ഞാൻ അയാളെ മതം ഇല്ലാത്തവനും ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തുപോയവനുമായി മനസ്സിലാക്കുന്നു. അയാൾ അഹമ്മദിയും അല്ല, മുസ്ലിമും അല്ല. നമുക്കെതിരിൽ സൃഷ്ടിക്കപ്പെടുന്ന ഈ ഒച്ചപ്പാട്, നമ്മുടെ മേൽ ഈ ആരോപണം ഉന്നയിക്കുന്നത് നാം ഖത്മെ നുബുവത്തിനെ നിഷേധിക്കുന്നവരാണ്, നഊദു ബില്ലാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ ഖാതമുൻ നബിയ്യീൻ എന്ന് വിശ്വസിക്കുന്നില്ല എന്നത്, ഇത് അങ്ങേയറ്റം നീചവും നികൃഷ്ടവുമായ ആരോപണമാണ്. ഈ ആരോപണം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാദം ആരംഭിച്ച കാലം മുതൽ അഹമ്മദിയ ജമാഅത്തിന്റെ മേലും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിലും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു ജ്വരം ഉണ്ടാകുന്നു. ഞാൻ പറഞ്ഞതുപോലെ എപ്പോഴാണോ ഇവർക്ക് തങ്ങളുടെ ലക്ഷ്യം കരസ്ഥമാക്കേണ്ടതായി വരുന്നത്. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി ഒരിക്കൽ തന്റെ ഒരു ഖുതുബയിൽ പറഞ്ഞിരുന്നു, നമ്മുടെ മേൽ ഉന്നയിക്കുന്ന ഈ ആരോപണം അത് കളവാണ് എന്ന് നാം പറയുമ്പോൾ ഞങ്ങൾ ഖത്മെ നുബുവത്തിനെ നിഷേധിക്കുന്നവർ എങ്ങനെ ആകാനാണ്? ഞങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതുന്നവരാണ്, വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു, ഈമാനും ഉണ്ട്. വിശുദ്ധ ഖുർആൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖാതമുൻ നബിയ്യീൻ എന്ന് പറയുന്നു. അപ്പോൾ അനഹ്മദി പണ്ഡിതന്മാർ ഈ ആരോപണം ഉന്നയിക്കുന്നു. അവർ പൊതുജനങ്ങളെയും ഇതാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഇന്നും ഈ ആരോപണം ഉന്നയിക്കുന്നു. എന്നല്ല,
പരസ്പരമുള്ള ബന്ധം കാരണം, മീഡിയ കാരണം മറ്റു പണ്ഡിതന്മാരും മറ്റു രാജ്യങ്ങളിലെ പണ്ഡിതന്മാർ ഈ പാകിസ്ഥാനി നാമധാരികളായ ഉലമാക്കളുടെ സ്വാധീനങ്ങളിൽപ്പെട്ട് ഇങ്ങനെ പറയുന്നു: നഊദു ബില്ലാ, അഹമ്മദികൾ വിശുദ്ധ ഖുർആനെ അംഗീകരിക്കാത്തവരാണ്. മിർസ സാഹിബിന്റെ ഇൽഹാമുകളെ വിശുദ്ധ ഖുർആനേക്കാൾ ശ്രേഷ്ഠമായി ഇവർ മനസ്സിലാക്കുന്നു. അനേകം അറബികൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി ബൈഅത്ത് ചെയ്ത് അഹമ്മദിയത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ ഇതാണ് പറയുന്നത്: ഞങ്ങൾ ഞങ്ങളുടെ പണ്ഡിതന്മാരോട് ചോദിക്കുമ്പോൾ അഹമ്മദിയത്തിനെ കുറിച്ചുള്ള അവരുടെ അഭിപ്രായം എന്താണ്, അവർ ഞങ്ങളോട് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറയാറുള്ളത്. അഹമ്മദികൾ വിശുദ്ധ ഖുർആനെ അംഗീകരിക്കുന്നവരല്ല. അവർ തങ്ങളുടെ ഒരു പ്രത്യേക ഖുർആൻ, ഒരു ഗ്രന്ഥം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവസാന നബിയായി വിശ്വസിക്കുന്നില്ല, മറിച്ച് മിർസ സാഹിബിനെയാണ് അവസാന നബിയായി വിശ്വസിക്കുന്നത്. ഇവരുടെ ഹജ്ജ് വ്യത്യസ്തമാണ്. ഇവർ ഹജ്ജ് ചെയ്യാറില്ല. ഇവരുടെ ഖിബില വേറെയാണ്. കഅബ ദേവാലയത്തിലേക്ക് മുഖം തിരിച്ചുകൊണ്ടല്ല നമസ്കരിക്കുന്നത്. ഇവർ പറയുന്നു, എന്നാൽ ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ ഈ നാമധാരികളായ പണ്ഡിതന്മാരുടെ യാഥാർത്ഥ്യം വെളിപ്പെടുന്നു. ഈ അനഹമ്മദി മൗലവിമാർ തങ്ങളുടെ കളവ് കാരണം, അഹമ്മദികളുടെ മേൽ തങ്ങളുടെ വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കാരണം അനേകം പേരുടെ അഹമ്മദിയത്ത് സ്വീകരിക്കുന്നതിനുള്ള മാർഗമായി മാറുന്നു. ഈ മൗലവിമാരും കളവ് പറഞ്ഞ് നമ്മുടെ തബ്ലീഗ് ഒരു വിധത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനെ നാം എങ്ങനെ വിശ്വസിക്കാതിരിക്കാനാണ്? റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമുൻ നബിയീൻ എന്ന് എങ്ങനെ വിശ്വസിക്കാതിരിക്കാനാണ്? സ്വയം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇൽഹാമുകൾ, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥം ആണ് എന്ന് പറയുന്നു. എല്ലാ നന്മകളുടെയും ഉറവിടം അതാണ് എന്ന് മനസ്സിലാക്കുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇൽഹാമുകളിൽ ഖാതമുൻ നബിയീൻ എന്ന് പറയുന്നു. അത്തരം പരാമർശം ഉണ്ട്. അങ്ങനെ അങ്ങയുടെ ഒരു ഇൽഹാം വിശുദ്ധ ഖുർആനെ കുറിച്ചുണ്ട്. അൽ ഖൈറു കുല്ലുഹു ഫിൽ ഖുർആൻ, അതായത് എല്ലാ നന്മയും വിശുദ്ധ ഖുർആനിലാണുള്ളത്. അതുപോലെ തന്നെ അവിടുന്ന് ഇതുകൂടി പറയുന്നു: ആരാണോ വിശുദ്ധ ഖുർആന് ബഹുമാനം നൽകുന്നത് അവർ ആകാശത്ത് ബഹുമാനിക്കപ്പെടും. എന്റെ ഇൽഹാമുകളെ ബഹുമാനിക്കുക എന്നെവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങയുടെ ഇൽഹാമുകൾ വിശുദ്ധ ഖുർആന്റെ സേവകരാണ്. അതിന് വ്യതിരിക്തമായ സ്വതന്ത്രമായ യാതൊരു അസ്തിത്വവും ഇല്ല. ഏതൊരു നന്മയാണോ നാം അന്വേഷിക്കേണ്ട ഹിദായത്ത്, സമൂഹത്തിലെ ഏതെങ്കിലും പ്രശ്നത്തെക്കുറിച്ച് നാം മാർഗദർശനം നേടണം എങ്കിൽ അത് നാം വിശുദ്ധ ഖുർആനിൽ നിന്നാണ് എടുക്കുന്നത്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരുപാട് ഇൽഹാമുകൾ അതിന്റെ വിശദീകരണവും വ്യാഖ്യാനവും നടത്തുന്നു. അതുപോലെ തന്നെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമുൻ നബിയീൻ ആണ് എന്നതിനെക്കുറിച്ച് അനേകം ലിഖിതങ്ങളുണ്ട്. അതുകൂടാതെ ഈ ഒരു ഇൽഹാമുണ്ട്, അതിൽ ഖാതമുൻ നബിയീൻ എന്ന വാക്കും വന്നിട്ടുണ്ട്. ഇൽഹാം ഇപ്രകാരമാണ്: സല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ സയ്യിദെ ഉൽദെ ആദം വ ഖാതമൻ നബിയീൻ. സലാത്ത് ചൊല്ലുക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന്റെ മേലും. അവിടുന്ന് ആദം സന്തതികളുടെ നേതാവാണ്, ഖാതമുൻ നബിയീനുമാണ്. ഈ ഇൽഹാം വിവിധ അവസരങ്ങളിൽ 2-3 സ്ഥലങ്ങളിലായി ഉണ്ടായിട്ടുണ്ട്. ഇപ്രകാരം ഒരു ഇൽഹാമുണ്ട്: കുല്ലു ബറക്കത്തിൻ മിൻ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാ ബർക്കത്തുകളും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ്. വീണ്ടും അവിടുന്ന് തന്റെ ഗ്രന്ഥം തജല്ലിയാത്തെ ഇലാഹിയായിൽ എഴുതുന്നു: അഥവാ ഞാൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ നിന്നല്ലായിരുന്നുവെങ്കിൽ, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയില്ലായിരുന്നുവെങ്കിൽ, അഥവാ ലോകത്തിലെ മുഴുവൻ പർവ്വതങ്ങൾക്കും തുല്യമായി എന്റെ കർമ്മങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരിക്കലും തന്നെ ഞാൻ ദൈവിക ഭാഷണത്തിന്റെയും അഭിസംബോധനയുടെയും മഹത്വം കൈവരിക്കുന്ന ആളാകുമായിരുന്നില്ല. കാരണം ഇപ്പോൾ കേവലം മുഹമ്മദി നുബുവത്തല്ലാതെ മറ്റെല്ലാ നുബുവത്തുകളും അടഞ്ഞുപോയിരിക്കുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമും
റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കീഴിലാണ് അങ്ങയുടെ ഇൽഹാമുകളും വിശുദ്ധ ഖുർആന് കീഴിലാണ് അതിന്റെ വിശദീകരണങ്ങളുമാണ്. അഥവാ നാം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇൽഹാമുകളെ വിശുദ്ധ ഖുർആനേക്കാൾ ശ്രേഷ്ഠമായി കാണുന്നുണ്ട് എങ്കിൽ നാം ഇന്ന് ലോകത്ത് ചിലവ് ചെയ്തുകൊണ്ട് തങ്ങളുടെ മേൽ സാമ്പത്തിക ത്യാഗം ഏറ്റുവാങ്ങിക്കൊണ്ട് വിശുദ്ധ ഖുർആന്റെ തർജമകൾ പ്രസിദ്ധീകരിക്കുന്നതിന് പകരം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇൽഹാമുകളായിരുന്നുവല്ലോ പ്രസിദ്ധീകരിക്കേണ്ടിയിരുന്നത്. ഇതുവരേക്കും 75 ഭാഷകളിൽ വിശുദ്ധ ഖുർആന്റെ പൂർണ്ണ തർജമ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. കുറച്ചു ഭാഷകളിൽ തർജമയുടെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ പ്രസിദ്ധീകരിക്കപ്പെടും. 111 ഭാഷകളിൽ വിശുദ്ധ ഖുർആന്റെ തിരഞ്ഞെടുത്ത ആയത്തുകളുടെ തർജമ പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ വലിയ വലിയ ഇസ്ലാമിക ഭരണകൂടങ്ങൾ പറയുക, വലിയ പണം ഉള്ള മതസംഘടനകൾ അവരും അല്പം പറഞ്ഞു തരിക, അവർ വിശുദ്ധ ഖുർആന്റെ തർജമ എത്ര ഭാഷകളിൽ നിർവഹിച്ചിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഖാതമുൻ നബിയീൻ എന്നതിന്റെ യഥാർത്ഥാർത്ഥവും അതിന്റെ ആത്മാവും നാം അഹമ്മദികൾ മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. അള്ളാഹുവിന്റെ പ്രഖ്യാപനം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാതമുൻ നബിയീൻ ആണ് എന്നതിന്റെ പ്രചാരണവും ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ അവരുടെ ഭാഷകളിൽ അഹമ്മദികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും അവർ ആരോപണം ഉന്നയിക്കുകയാണ് ചെയ്യുന്നത്, അഹമ്മദികൾ നഊദു ബില്ലാഹ് ഖതമുൻ നുബുവത്തിനെ നിഷേധിക്കുന്നവരാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് ഖതമെ നുബുവത്തിന്റെ ആഗ്രാഹ്യവും അറിവും നൽകിയിരിക്കുന്നു. അതിന്റെ അടുത്തുപോലും ഇവർ ആരാണോ ഖതമെ നുബുവത്തിന്റെ കൊടി പിടിക്കുന്നതിന്റെ വാദം ഉന്നയിക്കുന്നത് അവർക്കെത്താൻ സാധിക്കുകയില്ല. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ കാര്യത്തിന്റെ വിശദീകരണം നൽകിക്കൊണ്ട്, അതായത് നാം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖാതമുൻ നബീൻ എന്ന് വിശ്വസിക്കുന്നുണ്ടോ അതോ ഇല്ലേ, ഒരു സദസ്സിൽ അതിനെക്കുറിച്ച് അവിടുന്ന് പറയുന്നു, ഇതും ഓർത്തിരിക്കേണ്ടതാണ്, എന്റെ മേലും എന്റെ ജമാഅത്തിന്റെ മേലും ഈ ആരോപണം ഉന്നയിക്കപ്പെടുന്നു. ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖാതമുൻ നബീൻ എന്ന് വിശ്വസിക്കുന്നില്ല. ഇത് ഞങ്ങളുടെ മേലുള്ള വലിയ കറ്റുകെട്ടിപ്പറച്ചിലാണ്. ഞങ്ങൾ ഏതൊരു ദൃഢവിശ്വാസത്തോടും ആത്മീയ ജ്ഞാനത്തോടും ഉൾക്കാഴ്ചയോടും കൂടിയാണോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖാതമുൻ നബിയീൻ എന്ന് വിശ്വസിക്കുന്നത്, അതിന്റെ ലക്ഷ്യത്തിൽ ഒരു ഭാഗം പോലും മറ്റുള്ളവർ വിശ്വസിക്കുന്നില്ല. അവർക്ക് അത്തരത്തിലുള്ള ശക്തി തന്നെയില്ല. അവർ ഈ യാഥാർത്ഥ്യവും രഹസ്യവും ഏതൊന്നാണോ ഖാതമുൽ അംബിയായുടെ ഖതമെ നുബുവത്തിൽ ഉള്ളത് അത് അവർ മനസ്സിലാക്കുന്നത് തന്നെയില്ല. അവർ കേവലം പൂർവ്വപിതാക്കന്മാരിൽ നിന്നൊരു വാക്ക് മാത്രം കേട്ടിരിക്കുകയാണ്, എന്നാൽ അതിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അശ്രദ്ധരാണ്. ഈ ഖതമെ നുബുവത്ത് എന്നത് എന്ത് എന്നിവർ അറിയുന്നില്ല. അതിൽ വിശ്വസിക്കുന്നതിന്റെ അർത്ഥം എന്താണ് എന്നും അറിയുന്നില്ല. എന്നാൽ നാം പൂർണ്ണമായ ഉൾക്കാഴ്ചയോടുകൂടി അത് അള്ളാഹുവിന് നല്ല പോലെ അറിയാം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖാതമുൽ അംബിയ ആണ് എന്ന് വിശ്വസിക്കുന്നു. അള്ളാഹു ഞങ്ങളുടെ മേൽ ഖതമെ നുബുവത്തിന്റെ യാഥാർത്ഥ്യം ഈ വിധത്തിൽ തുറന്നിരിക്കുന്നു. ഈ ദിവ്യജ്ഞാനത്തിന്റെ മധുരപാനീയം ഏതൊന്നാണോ നമ്മെ കുടിപ്പിച്ചിരിക്കുന്നത് അതിൽ നിന്നൊരു പ്രത്യേകമായ ആനന്ദം അനുഭവിക്കുന്നു. അത് ഒരാൾക്കും തന്നെ അനുമാനിക്കാൻ സാധ്യമല്ല. ആരാണോ ഈ നീരുറവയിൽ നിന്ന് വയറുനിറയെ കുടിച്ചത് അവർക്കൊഴികെ. വീണ്ടും ഖതമെ നുബുവത്തിന്റെ യാഥാർത്ഥ്യം വിശദീകരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, നമുക്ക് അള്ളാഹു ആ നബിയെ നൽകിയിരിക്കുന്നു. അദ്ദേഹം ഖാതമുൽ മുഅ്മിനീനും ഖാതമുൽ ആരിഫീനും ഖാതമുൻ നബിയീനും ആണ്. അതുപോലെ തന്നെ ആ ഗ്രന്ഥം അദ്ദേഹത്തിൽ ഇറക്കപ്പെട്ടു. അത് ജാമിഉൽ കുതുബും ഖാതമുൽ കുതുബും ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമുൻ നബിയീൻ ആണ്. അങ്ങയുടെ മേൽ നുബുവത്ത് അവസാനിച്ചു. എന്നാൽ ആ നുബുവത്ത് ആരെയെങ്കിലും കഴുത്തു ഞെരിച്ചു അവസാനിപ്പിക്കുന്നത് പോലെയല്ല അവസാനിച്ചിരിക്കുന്നത്, ആരെയെങ്കിലും കൊല്ലുന്നത് പോലെയല്ല. അത്തരത്തിലുള്ള അവസാനിപ്പിക്കൽ അഭിമാനാർഹമല്ല. എന്നാൽ
എല്ലാ അധ്യാപനങ്ങളും ഉപദേശങ്ങളും ദിവ്യജ്ഞാനവും ഏതൊന്നാണോ വിവിധ ഗ്രന്ഥങ്ങളിലൂടെ വന്നുകൊണ്ടിരുന്നത്, മുമ്പുള്ള ശരീഅത്തുകളിൽ ഉണ്ടായിരുന്നത്, അത് വിശുദ്ധ ഖുർആനിൽ വന്ന് അവസാനിച്ചു. വിശുദ്ധ ഖുർആൻ അങ്ങനെ ഖാത്തമുൽ കുത്തുബായി. ഇതാണ് ആ യാഥാർത്ഥ്യം. അതിനെക്കുറിച്ച് നമ്മുടെ എതിരാളികൾ അറിവില്ലാത്തവരാണ്. ഏതൊരു പണ്ഡിതന്മാരുടെ ചങ്ങലയിലാണോ അവർ കുടുങ്ങിയിരിക്കുന്നത്, അവർ അതിന്റെ പിടിയിൽ നിന്ന് പുറത്തു വരാൻ തന്നെ ആഗ്രഹിക്കുന്നില്ല. അഥവാ ഈ യാഥാർത്ഥ്യന്മാരുടെ പിന്നാലെ പോകുന്നവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ മതത്തെ കച്ചവടമാക്കിയിരിക്കുന്നത്, അവരുടെ ആ കച്ചവടം നടക്കുകയില്ല. ഖാത്തമുൻ നബിയീൻ എന്നതിന്റെ അർത്ഥം അവിടുന്ന് ഒരു സ്ഥലത്ത് വിശദീകരിച്ചു. അവിടുന്ന് പറയുന്നു, ഖത്മെ നുബുവത്തിനെ കുറിച്ച് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുകയാണ്. ഖാത്തമുൻ നബിയീൻ എന്നതിന്റെ വലിയ അർത്ഥം ഇതാണ്: നുബുവത്തിന്റെ കാര്യങ്ങൾ ആദം അലൈഹി ഇസ്ലാമിൽ തുടങ്ങി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മുദ്രവെക്കപ്പെട്ടു. ഇത് പ്രകടവും പ്രത്യക്ഷവും ആയിട്ടുള്ള അർത്ഥമാണ്. മറ്റൊരർത്ഥം ഇതാണ്: നുബുവത്തിന്റെ ശ്രേഷ്ഠതകളുടെ വൃത്തം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവസാനിച്ചു. ഇത് സത്യമാണ്, തികച്ചും സത്യമാണ്. വിശുദ്ധ ഖുർആനിൽ അപൂർണമായ കാര്യങ്ങളെ പൂർണ്ണതയിലെത്തിച്ചു. അങ്ങനെ നുബുവത്ത് അവസാനിച്ചു. അതായത് വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളിൽ മുൻ പ്രവാചകന്മാരുടെ പക്കൽ ഉണ്ടായിരുന്ന എല്ലാ അധ്യാപനങ്ങളുണ്ട്. അതിന്റെ നിലവാരം അത്ര ഉന്നതമായിരുന്നില്ല. ആ അധ്യാപനങ്ങൾ അതിന്റെ പരിപൂർണതയിലെത്തിച്ചു. അങ്ങയുടെ മേൽ വിശുദ്ധ ഖുർആനാകുന്ന ശരീഅത്തിറങ്ങി. അങ്ങനെ നുബുവത്ത് അവസാനിച്ചു. അതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠതയും പരിപൂർണതയിലേക്ക് മനുഷ്യൻ എത്താൻ സാധിക്കുമായിരുന്നില്ല. അത് വിശുദ്ധ ഖുർആൻ മുഖേന എത്തുകയുണ്ടായി. അത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലാണ് ഇറങ്ങിയത്. പറയുന്നു, അതുകൊണ്ടാണ് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും എന്നതിന്റെ സാക്ഷ്യമായി ഇസ്ലാം മാറിയത്. ചുരുക്കത്തിൽ ഇത് നുബുവത്തിന്റെ അടയാളമാണ്. അതിന്റെ അവസ്ഥയെക്കുറിച്ചോ അസ്തിത്വത്തെക്കുറിച്ചോ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അടിസ്ഥാനം വ്യക്തവും പ്രകാശിതവുമാണ്. അതിനെയാണ് തെളിയിക്കപ്പെട്ട സത്യങ്ങൾ എന്ന് പറയുന്നത്. പറയുന്നു, ഈ കാര്യങ്ങളിൽ സമയം ചിലവഴിക്കേണ്ടത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമല്ല. വിശ്വസിക്കുക എന്നതാണ് നിർബന്ധം. അഥവാ ഏതെങ്കിലും എതിരാളി ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ നമുക്കതിനെ തടയാം. അഥവാ അയാൾ മാറുന്നില്ല എങ്കിൽ പറയാം, ആദ്യം നിങ്ങളുടെ കാര്യങ്ങൾക്ക് തെളിവ് നൽകുക. പറയുന്നു, ചുരുക്കത്തിൽ നുബുവത്തിന്റെ മുദ്ര റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ അടയാളങ്ങളിൽപ്പെട്ട ഒരു അടയാളമാണ്. അതായത് അങ്ങയുടെ ഖാത്തമുൻ നബിയീനാണ് എന്നത് അങ്ങയുടെ അടയാളങ്ങളിൽപ്പെട്ട ഒരു അടയാളമാണ്. അതിൽ വിശ്വസിക്കുക എന്നത് വിശ്വാസിയായ ഒരു മുസ്ലിമിന് നിർബന്ധമാണ്. അഥവാ ആരെങ്കിലും ഖത്മെ നുബുവത്തിനെ നിഷേധിക്കുന്ന ആളാണ് എങ്കിൽ, ഏതുപോലെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, അവിടുന്ന് പറയുകയുണ്ടായി, അയാൾ മുസ്ലിം തന്നെയല്ല, അയാൾ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താണ്. വീണ്ടും ഖത്മെ നുബുവത്തിന്റെ സ്ഥാനവും ഇസ്ലാമിന്റെ മഹത്വവും മറ്റു മതങ്ങളുടെ മേൽ അതിനുള്ള ഉന്നതി എന്താണ് എന്ന കാര്യം സ്ഥാപിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, ഖത്മെ നുബുവത്തിനെ ഇപ്രകാരം മനസ്സിലാക്കാൻ സാധിക്കും: എവിടെയാണോ തെളിവുകളും ദിവ്യജ്ഞാനവും പ്രഗതിപരമായി അവസാനിക്കുന്നത്, ആ പരിധിയാണ് ഖത്മെ നുബുവത്ത് എന്ന പേരിൽ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷം പുതിയ മതവാദികളെ പോലെ അപവാദം പറയുന്നത് അവിശ്വാസികളുടെ ജോലിയാണ്. പറയുന്നു, എല്ലാ കാര്യങ്ങൾക്കും ശക്തമായ തെളിവുകൾ ഉണ്ടാകും. കാര്യങ്ങൾ വ്യക്തമായ നിലയിലായിരിക്കും. അത് മനസ്സിലാക്കുക എന്നത് ദിവ്യജ്ഞാനത്തിന്റെ പൂർണ്ണതയിലും ഉൾക്കാഴ്ചയുടെ പ്രകാശത്തിലും അധിഷ്ഠിതമാണ്. മനുഷ്യന് പൂർണ്ണ ദിവ്യജ്ഞാനം ഉണ്ടാകുമ്പോൾ, ദീനിനെ കുറിച്ചുള്ള അറിവുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് പ്രകാശം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോഴായിരിക്കും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക. പറയുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനം കൊണ്ട് ഈമാന്റെയും ഇർഫാന്റെയും പൂർത്തീകരണം ഉണ്ടായി. മറ്റു സമൂഹത്തിലേക്ക് പ്രകാശം എത്തി. അഥവാ മറ്റു സമൂഹങ്ങൾക്ക് വ്യക്തവും പ്രകാശിതവുമായ ശരീഅത്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അഥവാ ലഭിച്ചിരുന്നുവെങ്കിൽ അവർ അറബികളുടെ മേൽ തങ്ങളുടെ അല്പസ്വല്പം സ്വാധീനം എന്തെങ്കിലും ഏൽപ്പിക്കുമായിരുന്നു. മറ്റു സമൂഹങ്ങൾക്ക് പൂർണ്ണമായ ശരീഅത്ത് ലഭിച്ചിട്ട് തന്നെയില്ല. വന്ന നബിമാർ എല്ലാവരും തങ്ങളുടെ പ്രദേശങ്ങളിലേക്ക് വേണ്ടിയാണ് വന്നത്. അത് ഈ കാര്യങ്ങൾക്കുള്ള തെളിവാണ്. അറബികൾക്ക് അള്ളാഹുവിനെ കുറിച്ചോ ദീനിനെ കുറിച്ചോ ഒരറിവും ഉണ്ടായിരുന്നില്ല. തങ്ങളുടെ ആരുടെ അറിവാണോ ഉണ്ടായിരുന്നത്, ആരുമായാണോ ബന്ധമുണ്ടായിരുന്നത്, അവരും സ്വാധീനിച്ചില്ല.
അതിനുള്ള കാരണം പരിപൂർണമായ ശരീഅത്ത് ഉണ്ടായിരുന്നില്ല, പരിപൂർണ പ്രകാശം ഉണ്ടായിരുന്നില്ല. അഥവാ മുമ്പുള്ള മതങ്ങൾ അതുണ്ടായിരുന്നുവെങ്കിൽ അറബികളുടെ മേലും സ്വാധീനം ഉണ്ടാകുമായിരുന്നു. പറയുന്നു, അറബികളിൽ നിന്ന് ആ സൂര്യൻ ഉദിച്ചു, അത് എല്ലാ സമൂഹങ്ങളെയും പ്രകാശിതമാക്കി, എല്ലാ പ്രദേശങ്ങളിലും തന്റെ പ്രകാശം പതിപ്പിച്ചു. എന്നാൽ ഇത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനമാണ്. അവിടുന്ന് ആ പ്രകാശിക്കുന്ന സൂര്യനാണ്. അദ്ദേഹം എല്ലാ സമൂഹങ്ങളെയും പ്രകാശിതമാക്കി. എല്ലായിടത്തും, എല്ലാ കോണിലും, എല്ലാ നഗരത്തിലും അങ്ങയുടെ പ്രകാശം എത്തി. പറയുന്നു, ഈ അഭിമാനം ശുദ്ധ ഖുർആനാണ് ലഭിച്ചിട്ടുള്ളത്. അത് തൗഹീദിന്റെയും നുബുവത്തിന്റെയും പ്രശ്നത്തിൽ മുഴുവൻ ലോകത്തിലെ മതങ്ങളുടെ മേലും വിജയിക്കാൻ സാധിക്കുന്നതാണ്. തൗഹീദിന്റെയും നുബുവത്തിന്റെയും കാര്യങ്ങൾ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വിവരിച്ചിരിക്കുന്നത് അത് അത്തരത്തിലുള്ള തെളിവുകളാണ്. അത് മുമ്പ് മറ്റൊരു മതത്തിലും നൽകിയിട്ടില്ല. ഇതാണ് ശരീഅത്ത് പൂർണ്ണമായി എന്നതിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാത്തമുൻ നബിയീനാണെന്ന് പറയപ്പെട്ടതിന്റെയും അർത്ഥം. പറയുന്നു, അഭിമാനിക്കേണ്ട സ്ഥാനമാണ് അത്തരത്തിലുള്ള ഗ്രന്ഥം മുസ്ലിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഏതൊരു കൂട്ടരാണോ ആക്രമിക്കുകയും ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെക്കുറിച്ചും ഹിദായത്തിനെ കുറിച്ചും ആരോപണം ഉന്നയിക്കുന്നത്, അവർ തികച്ചും ആന്തരിക ശൂന്യവും വിശ്വാസമില്ലായ്മയിൽ നിന്നുമാണ് സംസാരിക്കുന്നത്. ഇസ്ലാമാണ് അറേബ്യയിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലെ കോണുകളോളം വ്യാപിച്ചത്. ഇന്നുവരേക്കും അതിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളോടൊപ്പം ലോകത്തിന്റെ എല്ലാ കോണുകളിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് അഹമ്മദിയ ജമാഅത്ത് തങ്ങളുടെ മുഴുവൻ ശക്തിയും സംവിധാനം കൊണ്ട് തൗഹീദും നുബുവത്തിന്റെ സ്ഥാനവും ലോകത്തിലെ എല്ലാ നാട്ടിലും, ഗ്രാമങ്ങളിലും, തെരുവുകളിലും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളാണ് ഖത്മെ നുബുവത്തിന്റെ ശരിയായ ഗ്രാഹ്യം ഉൾക്കൊണ്ടവർ. അങ്ങയിൽ ഇറങ്ങിയതിനെക്കുറിച്ച് ഹദ്റത്ത് മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തന്നെയാണ് മറ്റു മതങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു കൊടുത്തത്. അങ്ങയുടെ സ്ഥാനം പറഞ്ഞു കൊടുത്തു എന്ന് മാത്രമല്ല, ഇതുകൂടി പറഞ്ഞു, ആദ്യം മറ്റുള്ള എല്ലാ പ്രവാചകന്മാരുടെയും അധ്യാപനങ്ങൾ ഇത്രമാത്രം മാറ്റപ്പെട്ടിരിക്കുന്നു, അവരുടെ സത്യതയും സ്ഥാനവും പോലും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അവർ സത്യവാന്മാരായിരുന്നോ അതോ അല്ലയോ എന്ന്. ഇതും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനമാണ്. മുൻ പ്രവാചകന്മാരുടെ യാഥാർത്ഥ്യവും സത്യതയും പറഞ്ഞു തന്നു. അതുകൊണ്ട് തന്നെ അവിടുന്ന് പറയുന്നു, പരിപൂർണാധ്യാപനം അതാണ്. ഏതൊന്നാണോ മനുഷ്യന്റെ ശക്തികളുടെ പരിപൂർണമായ പരിഷ്കർത്താവും കാര്യനിർവാഹകനും ആകുന്നത്, അതല്ലാതെ ഒരു ഭാഗത്ത് മാത്രം നിൽക്കുന്നതായിരിക്കരുത്. ബൈബിളിന്റെ അധ്യാപനം നോക്കുക, അതെന്താണ് പറയുന്നത്? അതിനെതിരിൽ മനുഷ്യശക്തി എന്താണ് പറയുന്നത്? മനുഷ്യന്റെ കഴിവുകളും പ്രകൃതവും അള്ളാഹുവിന്റെ കർമ്മ പുസ്തകമാണ്. മനുഷ്യന്റെ ശക്തി, അവന്റെ പ്രകൃതം അള്ളാഹുവിന്റെ പ്രവൃത്തിയുടെ ഗ്രന്ഥമാണ്, കർമ്മപരമായ പ്രകടനമാണ്. അവന്റെ വചനമാകുന്ന ഗ്രന്ഥം, അതിനെ അള്ളാഹുവിന്റെ ഗ്രന്ഥം എന്ന് പറയുന്നു. അല്ലെങ്കിൽ ദൈവിക അധ്യാപനം, അത് അവന്റെ സൃഷ്ടിപ്പിനെതിരിൽ എങ്ങനെ ആകാനാണ്? അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അത് അവന്റെ വചനങ്ങളാണ്. അവൻ ഇറക്കിയിരിക്കുന്ന ഹിദായത്ത് നൽകിയ അധ്യാപനം അത് വിശുദ്ധ ഖുർആനാണ്. അത് കിതാബുള്ള എന്ന് പറയപ്പെടുന്നു. പ്രകൃതിപരമായ അധ്യാപനം മനുഷ്യന്റെ അവസ്ഥകൾ ആണ്. അത് ഒരിക്കലും അതിനെതിരിൽ ആവുകയില്ല. അവിടുന്ന് പറയുന്നു, മനുഷ്യന്റെ പ്രകൃതം, മനുഷ്യന്റെ കഴിവുകൾ, ശക്തികൾ, അത് അള്ളാഹുവിന്റെ പ്രവർത്തനമാകുന്ന ഗ്രന്ഥമാണ്. ശരീഅത്ത് അവന്റെ വചനമാകുന്ന ഗ്രന്ഥമാണ്. പറയുന്നു, അതുപോലെ അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നില്ലായിരുന്നുവെങ്കിൽ പ്രവാചകന്മാരുടെയും മുൻകടന്നവരുടെയും സ്വഭാവവും മാർഗദർശനങ്ങളും മുഅ്ജിസത്തുകളും ശുദ്ധീകരിക്കാനുള്ള ശക്തികളുടെയും മേൽ ആരോപണം ഉന്നയിക്കപ്പെടുമായിരുന്നു. എന്നാൽ ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നുകൊണ്ട് അവരെ എല്ലാവരെയും പരിശുദ്ധരായി പ്രഖ്യാപിച്ചു. ആദ്യം എല്ലാ പ്രവാചകന്മാരെയും സാക്ഷ്യപ്പെടുത്തി. അതുകൊണ്ട് അങ്ങയുടെ നുബുവത്തിന്റെ അടയാളങ്ങൾ സൂര്യനേക്കാൾ കൂടുതൽ പ്രകാശിതമാണ്, അനേകവും എണ്ണമറ്റതുമാണ്. അങ്ങയുടെ നുബുവത്ത് അല്ലെങ്കിൽ നുബുവത്തിന്റെ അടയാളത്തിൽ ആരോപണം ഉന്നയിക്കുന്നത് ഇതുപോലെയാണ്. അതായത്, നേരം പുലർന്നിരിക്കുന്നു, എന്നാൽ വിഡ്ഢിയായ ഒരു അന്ധൻ പറയുകയാണ് ഇപ്പോൾ രാത്രി തന്നെയാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, മറ്റു മതങ്ങൾ അന്ധകാരത്തിലാകുമായിരുന്നു അഥവാ ഇതുവരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നില്ലായിരുന്നുവെങ്കിൽ.
ഈമാൻ നശിക്കുമായിരുന്നു. ഭൂമി ശാപവും ദൈവിക ശിക്ഷയും കൊണ്ട് നശിക്കുമായിരുന്നു. ഇസ്ലാം ഒരു വിളക്ക് പോലെ പ്രകാശിതമാണ്. അത് മറ്റുള്ളവരെയും അന്ധകാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. തൗറാത്ത് വായിക്കുക, സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് അറിയുക എന്ന് തന്നെ പ്രയാസകരമായിരിക്കും. ഇഞ്ചിയിൽ നോക്കുക, തൗഹീദിന്റെ അടയാളം പോലും ലഭിക്കുകയില്ല. ഇനി പറയൂ, ഇതിൽ യാതൊരു സംശയവുമില്ല, രണ്ട് ഗ്രന്ഥങ്ങളും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ഉള്ളത് തന്നെയായിരുന്നു. എന്നാൽ ഏത് പ്രകാശം ആണ് അതിൽ നിന്ന് ലഭിക്കുക? യഥാർത്ഥ പ്രകാശം, യഥാർത്ഥ വെളിച്ചം ഏതൊന്നാണോ മോക്ഷത്തിന് ആവശ്യമായിട്ടുള്ളത്, അത് ഇസ്ലാമിലാണുള്ളത്. തൗഹീദിന്റെ കാര്യം തന്നെ നോക്കുക. വിശുദ്ധ ഖുർആൻ എവിടെ വെച്ച് തുറന്നാലും അത് ഒരു ഉറയില്ലാത്ത വാള് പോലെ കാണാൻ സാധിക്കും. അത് ഷിർക്കിന്റെ അടിവേരറുക്കുന്നതാണ്. അതുപോലെ തന്നെ നുബുവത്തിന്റെ എല്ലാ പ്രകാശവും വളരെ വ്യക്തവും ശുദ്ധവുമായി കാണിക്കുന്നു. അതിനേക്കാൾ കൂടുതൽ അസാധ്യമാണ്. ഇതാണ് ആഗ്രാഹ്യം ഖതമെ നുബുവത്തിനെ കുറിച്ച് നമുക്ക് അവിടുന്ന് നൽകിയിട്ടുള്ളത്. ഇന്നത്തെ പണ്ഡിതന്മാർ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. എന്നാൽ ഇതിനുള്ള ധൈര്യമില്ല. മറ്റു മതസ്ഥർക്ക് അവരുടെ മുഖം കാണിച്ചു കൊടുത്തുകൊണ്ട്, അവരുടെ ബലഹീനത കാണിച്ചു കൊടുത്തുകൊണ്ട്, എന്നിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം സ്ഥാപിക്കുക. ഈ ജോലി ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശിക്ഷണത്തിന്റെയും അറിവിന്റെയും കാരണം അഹമ്മദിയ ജമാഅത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഇവരുടെ ദൃഷ്ടിയിൽ നമ്മൾ കാഫിറുകളും അവർ മുഅ്മിനീങ്ങളുമാണ്. തന്റെ വാദത്തിന്റെ യാഥാർത്ഥ്യം വിവരിച്ചുകൊണ്ട് തന്റെ ഒരു ഗ്രന്ഥത്തിൽ വിശദീകരണം നൽകിക്കൊണ്ട് അവിടുന്ന് പറയുന്നു, അത്തരത്തിലുള്ള ഒരു നിർഭാഗ്യവാനായ കറ്റുകെട്ട് പറയുന്നവൻ, അതായത് സ്വയം റിസാലത്തിന്റെയും നുബുവത്തിന്റെയും വാദം ഉന്നയിക്കുന്നത്, അയാൾക്ക് വിശുദ്ധ ഖുർആൻ വിശ്വസിക്കാൻ സാധിക്കുമോ? അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി വലാക്കിൻ റസൂലുള്ളാഹി വ ഖാതമൻ നബിയ്യീൻ എന്ന ആയത്ത് അല്ലാഹുവിന്റെ വചനമാണെന്ന് വിശ്വസിക്കുന്നത്, അയാൾക്ക് പറയാൻ സാധിക്കുമോ ഞാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം റസൂലുൻ നബിയും ആണ് എന്ന്? നീതി അന്വേഷിക്കുന്ന ആൾ ഓർത്തിരിക്കേണ്ടതാണ്. ഈ വിനീതൻ ഒരിക്കലും തന്നെ ഒരു സമയത്തും ഹക്കീക്കിയായ നിലയിൽ നുബുവത്തിന്റെയോ റിസാലത്തിന്റെയോ വാദം ഉന്നയിച്ചിട്ടില്ല. ഹക്കീക്കി അല്ലാത്ത രീതിയിൽ ഏതെങ്കിലും വാക്ക് ഉപയോഗിക്കുക എന്നത് ഭാഷയുടെ പൊതുവായ അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ അത് സംഭാഷണത്തിൽ കൊണ്ടുവരിക എന്നത് കുഫർ നിർബന്ധമാക്കുന്നതല്ല. അതായത് അത്തരത്തിലുള്ള ഒരാളെ കാഫിർ എന്ന് പറയാൻ സാധ്യമല്ല. എന്നാൽ ഞാൻ അതും ഇഷ്ടപ്പെടുന്നില്ല. കാരണം അതിൽ സാധാരണ മുസ്ലിങ്ങൾ വഞ്ചനയിൽ അകപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ ദൈവിക ഭാഷണവും അഭിസംബോധനയും ഏതൊന്നാണോ സർവശക്തനായ അള്ളാഹുവിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നത്, അതിൽ ഈ വാക്ക് നുബുവത്തും റിസാലത്തും വളരെ ആധിക്യത്തോടുകൂടി വന്നിട്ടുണ്ട്. അതിനെ ഞാൻ ദൈവനിയോഗിതനായതുകൊണ്ട് മറച്ചുവെക്കാൻ സാധ്യമല്ല. അള്ളാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കത് മറച്ചുവെക്കാൻ സാധ്യമല്ല. എന്നാൽ ഞാൻ കൂടെ കൂടെ പറയുന്നു, ഈ ഇൽഹാമുകളിൽ മുർസൽ, റസൂൽ, നബി എന്നീ വാക്കുകൾ എന്നെ കുറിച്ച് വന്നിരിക്കുന്നത് അത് അതിന്റെ ഹക്കീക്കിയായ അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുകയല്ല. യഥാർത്ഥ കാര്യം ഞാൻ എല്ലാ സാക്ഷ്യത്തോടും കൂടി പറയുന്നു, ഇതാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമുൽ അംബിയാണ്. അങ്ങേക്ക് ശേഷം ഒരു നബിയും വരുന്നതല്ല, പുതിയതോ പഴയതോ ആയ ആരും തന്നെ. വമൻ കാല ബഅദ റസൂലിന വസയ്യിദിന ഇന്നി നബിയും വറസൂലുൻ അലാ വജ്ഹിൽ ഹഖീഖതി വഇഫ്തിറാഇ തറക്കൽ ഖുർആന വൽ അഹ്കാമ ശരീഅത്തുൽ ഗറായി വഹുവ കാഫിറുൻ കദ്ദാബ്. പറയുന്നു, ചുരുക്കം നമ്മുടെ മതം ഇതാണ്. ഏതൊരാളാണോ ഹക്കീക്കിയായ നിലയിൽ നുബുവത്തിന്റെ വാദം ഉന്നയിക്കുന്നത്, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹത്തിന്റെ കോന്തലയിൽ നിന്ന് തന്നെ വ്യതിരിക്തമാക്കിക്കൊണ്ട് ഈ പരിശുദ്ധമായ അരിവിൽ നിന്ന് മാറി നിന്നുകൊണ്ട് സ്വയം നബിയാകാൻ ആഗ്രഹിക്കുന്നത്, അയാൾ മതത്തിലെ പുത്തൻവാദിയും മതം ഇല്ലാത്തവനുമാണ്. ഒരുപക്ഷെ അത്തരം വ്യക്തി തന്റെ ഒരു പുതിയ കലിമ ഉണ്ടാക്കുന്നവനും ഇബാദത്തുകൾ ഏതെങ്കിലും പുതിയ രീതി ഉണ്ടാക്കുന്നവനും കൽപ്പനകളിൽ എന്തെങ്കിലും മാറ്റം വ്യത്യാസമോ ഉണ്ടാക്കും. നിസ്സംശയം അയാൾ മുസൈലിമ കദ്ദാബിന്റെ സഹോദരനാണ്. അയാൾ കാഫിറാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരം നികൃഷ്ടനായ വ്യക്തിയെക്കുറിച്ച് എങ്ങനെ പറയാൻ സാധിക്കും അയാൾ വിശുദ്ധ ഖുർആൻ വിശ്വസിക്കുന്നവനാണ് എന്ന്? റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസത്വത്തിൽ ആരാണോ വരുന്നത്, അങ്ങയുടെ ശരീഅത്തിൽ ചരിച്ചുകൊണ്ട് ആർക്കാണ് ഈ സ്ഥാനം അള്ളാഹു നൽകുന്നത്, അവർക്ക് ഈ സ്ഥാനം ലഭിക്കും, മറ്റുള്ളവർക്ക് ലഭിക്കുകയില്ല. അതുപോലെ തന്നെ അങ്ങയുടെ ദാസത്വത്തിൽ നിന്ന് പുറത്തു പോയിക്കൊണ്ട് ഒരാൾക്ക് മുസ്ലിം എന്ന് പറയാൻ സാധ്യമല്ല. വീണ്ടും കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾ അള്ളാഹുവിന്റെ ഗ്രന്ഥം ഫുർഖാനെ മജീദിൽ വിശ്വസിക്കുന്നു, ഇങ്ങനെയും വിശ്വസിക്കുന്നു, ഞങ്ങളുടെ യജമാനൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ നബിയും അവന്റെ റസൂലും ആണ്. അതുപോലെ തന്നെ അവിടുന്ന് മഹത്തായ ദീൻ കൊണ്ടുവന്നു, ഈ കാര്യത്തിലും വിശ്വസിക്കുന്നു. അവിടുന്ന് ഖാതമുൽ അംബിയ ആണ്, അങ്ങേക്ക് ശേഷം ഒരു നബിയും ഇല്ല. എന്നാൽ അയാൾ
ആരുടെ ശിക്ഷണമാണോ അങ്ങയുടെ അനുഗ്രഹം മുഖേന നടന്നിട്ടുള്ളത്, ഏതുപോലെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നടന്നു. അദ്ദേഹത്തിന്റെ വെളിപ്പെടൽ അങ്ങയുടെ പ്രവചനം അനുസരിച്ച് നടന്നുവോ? അള്ളാഹു ഈ ഉമ്മത്തിലെ ഔലിയാക്കൾക്ക് തന്റെ ഭാഷണവും അഭിസംബോധനയും കൊണ്ട് അനുഗ്രഹിക്കുന്നു. അവരെ പ്രവാചകന്മാരുടെ വർണ്ണം കൊണ്ട് വിഭൂഷിതരാക്കുന്നു. എന്നാൽ അവർ ഹക്കീക്കിയായ നിലയിൽ നബിയായിരിക്കുകയില്ല. കാരണം വിശുദ്ധ ഖുർആനിൽ ശരീഅത്തിന്റെ എല്ലാ ആവശ്യവും പൂർത്തിയാക്കിയിരിക്കുന്നു. അവർക്ക് വിശുദ്ധ ഖുർആന്റെ ഗ്രാഹ്യം നൽകുന്നു. എന്നാൽ അവർ വിശുദ്ധ ഖുർആനിൽ ഏതെങ്കിലും വർധനവ് വരുത്തുന്നവരല്ല, അതിലേതെങ്കിലും കുറവ് വരുത്തുന്നവരുമല്ല. ഏതൊരാളാണ് വിശുദ്ധ ഖുർആനിൽ എന്തെങ്കിലും വർധനവ് വരുത്തുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗം കുറവ് വരുത്തുന്നത്, അയാൾ നീചനായ ശൈത്താനാണ്. ഖത്മെ നുബുവത്ത് കൊണ്ട് നാം ഇതാണ് അർത്ഥമാക്കുന്നത്. നമ്മുടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അള്ളാഹുവിന്റെ എല്ലാ നബിമാരെക്കാളും റസൂൽമാരെക്കാളും ശ്രേഷ്ഠനാണ്. നുബുവത്തിന്റെ എല്ലാ ശ്രേഷ്ഠതയും അവസാനിച്ചിരിക്കുന്നു. ഞങ്ങളുടെ അക്കീദ ഇതാണ്: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം നുബുവത്തിന്റെ സ്ഥാനത്ത് ആ വ്യക്തി മാത്രമേ എത്തുകയുള്ളൂ. ആരാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ നിന്നുള്ളത്, അങ്ങയെ പൂർണ്ണമായ നിലയിൽ പിൻപറ്റുന്നത്, അയാൾ മുഴുവൻ അനുഗ്രഹങ്ങളും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മീയതയിൽ നിന്ന് കരസ്ഥമാക്കിയ ആളായിരിക്കണം. അങ്ങയുടെ പ്രകാശം കൊണ്ട് പ്രകാശിതനായിരിക്കണം. ഈ സ്ഥാനത്ത് ഒരു അന്യതയും ഇല്ല. അത് അന്യതയുടെ സ്ഥാനവും അല്ല. ഇതൊരു വ്യത്യസ്തമായ നുബുവത്തുമല്ല. ഈ സ്ഥാനത്തെക്കുറിച്ച് വിസ്മയവും ഇല്ല. മറിച്ച് ഇത് അഹമ്മദ് മുസ്തഫ തന്നെയാണ്. മറ്റൊരു കണ്ണാടിയിൽ പ്രകടമായി എന്ന് മാത്രം. ഒരാളും തന്നെ അള്ളാഹു തന്റെ ചിത്രം കണ്ണാടിയിൽ കാണിച്ചു തന്നാൽ അതുകൊണ്ട് അഭിമാനം നഷ്ടപ്പെട്ടവനായി മാറുകയില്ല. കാരണം ശിഷ്യരിലും മക്കളിലും ആത്മാഭിമാനം ആവേശത്തിലാവുകയില്ല. ആരാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലയം പ്രാപിച്ചു വന്നത്, അയാൾ യഥാർത്ഥത്തിൽ അദ്ദേഹം തന്നെയാണ്. കാരണം അയാൾ പരിപൂർണമായ വിലയം പ്രാപിക്കലിന്റെ സ്ഥാനത്താണുള്ളത്. അങ്ങയുടെ പൂർണ്ണ വർണ്ണത്തിൽ വിഭൂഷിതനും അങ്ങയുടെ തന്നെ പുതപ്പ് പുതച്ചുമാണ് വന്നിരിക്കുന്നത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ തന്നെയാണ് അദ്ദേഹം ആത്മീയ അവസ്ഥ കരസ്ഥമാക്കിയിരിക്കുന്നത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഗ്രഹം കൊണ്ടാണ് അയാളുടെ അസ്തിത്വം പൂർണ്ണതയിൽ എത്തിയിരിക്കുന്നത്. ഇത് തന്നെയാണ് സത്യം. നമ്മുടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർക്കത്തിന് സാക്ഷ്യമായിട്ടുള്ളത്. ജനങ്ങൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗന്ദര്യം ഈ പിൻപറ്റുന്നവരിലൂടെ വസ്ത്രങ്ങളിൽ കാണുന്നു. ആരാണോ പരിപൂർണ സ്നേഹവും ശുദ്ധിയും കൊണ്ട് അങ്ങയുടെ അസ്തിത്വത്തിൽ വിലയം പ്രാപിച്ചത്, ഇതിനെതിരിൽ തർക്കിക്കുന്നത് അജ്ഞതയാണ്. കാരണം ഇത് അങ്ങ് സന്താനരഹിതൻ അല്ല എന്നതിനുള്ള അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള തെളിവാണ്. ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ വിശദീകരണത്തിന് ആവശ്യമില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ശാരീരികമായി പുരുഷന്മാരിൽ ആരുടെയും പിതാവല്ല. എന്നാൽ തന്റെ റിസാലത്തിന്റെ അനുഗ്രഹം കൊണ്ട് ആ എല്ലാ വ്യക്തികളുടെയും പിതാവാണ്. ആരാണോ ആത്മീയതയിൽ പരിപൂർണത കരസ്ഥമാക്കിയത്, അവിടുന്ന് എല്ലാ പ്രവാചകന്മാരുടെയും മുദ്രയും എല്ലാ സ്വീകാര്യരായ വ്യക്തികളുടെയും നേതാവുമാണ്. ഇനി അള്ളാഹുവിന്റെ തിരുസന്നിധിയിൽ ആ വ്യക്തി മാത്രമേ പ്രവേശിക്കുകയുള്ളൂ ആരുടെ പക്കലാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുദ്രയും അടയാളവും ഉള്ളത്, അങ്ങയുടെ സുന്നത്ത് അനുസരിച്ച് പൂർണ്ണമായ നിലയിൽ പ്രവർത്തിക്കുന്നത്. ഇനിയൊരു കർമ്മവും ഇബാദത്തും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെ അംഗീകരിക്കാതെയും അങ്ങയുടെ ദീനിൽ സ്ഥിരചിത്തതയോടുകൂടി നിലനിൽക്കാതെയും അള്ളാഹുവിന്റെ സമക്ഷത്തിൽ സ്വീകാര്യയോഗ്യമല്ല. ആരാണോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്, അയാൾ തന്റെ കഴിവും ശക്തിയും അനുസരിച്ച് അങ്ങയെ പിൻപറ്റിയില്ല എങ്കിൽ അയാൾ നശിച്ചുപോയി. അങ്ങേക്ക് ശേഷം ഇനി ഒരു ശരീഅത്തും വരുന്നതല്ല. അങ്ങയുടെ ഗ്രന്ഥമോ അങ്ങയുടെ കൽപ്പനകളോ ആരും തന്നെ ദുർബലപ്പെടുത്തുകയും ഇല്ല. അങ്ങയുടെ പരിശുദ്ധ കലാമാർക്കും തന്നെ മാറ്റാനും സാധ്യമല്ല. അങ്ങയുടെ ശക്തമായ മഴയ്ക്ക് തുല്യമായ മറ്റൊരു മഴയും ഇല്ല, അതായത് ആത്മീയമായ മഴ. ആരാണോ വിശുദ്ധ ഖുർആൻ പിൻപറ്റുന്നതിൽ നിന്ന് ഒരു കണിക പോലും ദൂരപ്പെടുന്നത്, അയാൾ ഈമാന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തുപോയി. അതുവരെ ഒരാളും വിജയിക്കുകയില്ല ഏതുവരെ അയാൾ മുഴുവൻ കാര്യങ്ങളെയും പിൻപറ്റുന്നില്ലയോ. ഏതൊരാളാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തെളിയുന്നത്, ആരാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ചെറിയ വസിയത്ത് പോലും ഉപേക്ഷിച്ചത്, അയാൾ വഴിതെറ്റി. ആരാണോ ഈ ഉമ്മത്തിൽ നുബുവത്തിന്റെ വാദം ഉന്നയിച്ചത്, ഇപ്രകാരം വിശ്വസിക്കാതിരിക്കുകയും ചെയ്തത്, അയാൾ ഖൈറുൽ ബഷർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ശിക്ഷണം ലഭിച്ചയാളാണ്. അങ്ങയുടെ ഉന്നതമായ ജീവിത മാതൃക കൂടാതെയാണ് ലഭിച്ച തികച്ചും വിലയില്ലാത്തവനാണ്. അതുപോലെ തന്നെ അയാൾക്ക് ഒരു സ്ഥാനവുമില്ല. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഖാത്തമുശ് ശറായി ആണ്. അങ്ങനെയെങ്കിൽ അയാൾ നശിച്ചു.
അയാൾ കാഫിറുകളിലും ഫാജിറുകളിലും പോയി ചേർന്നു. ഏതൊരാളാണോ നുബുവത്തിന്റെ വാദം ഉന്നയിക്കുകയും ഇപ്രകാരം വിശ്വസിക്കാതിരിക്കുകയും ചെയ്തത് അയാൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽപ്പെട്ട ആളാണ്. അതുപോലെ തന്നെ ഏതൊന്നാണോ അയാൾ നേടിയത് അത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേടിയതാണ്. അയാൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷമുള്ള ഒരു ഫലം ആണ്. അത് അങ്ങയുടെ തന്നെ ശക്തമായ മഴയുടെ ഒരു തുള്ളിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശത്തിന്റെ ഒരു കിരണവുമാണ്. അങ്ങനെയല്ല എങ്കിൽ അയാൾ ശൈത്താനാണ്. അയാളുടെയും അയാളുടെ സുഹൃത്തുക്കളുടെയും അയാളുടെ അനുധാവകരുടെയും സഹായികളിലും അള്ളാഹുവിന്റെ ശാപമുണ്ട്. ഈ ശാപം തന്റെ മേലോ ജമാഅത്തിന്റെ മേലോ വർഷിക്കുകയല്ല ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സലാം ചെയ്യുന്നത്. ഇതിന്റെ അർത്ഥം അവിടുന്ന് മനസ്സിലാക്കുന്നത് അങ്ങേക്ക് ഏറ്റവും കൂടുതൽ ആത്മീയ അനുഗ്രഹം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ് ലഭിച്ചത്. അതാണ് അങ്ങനെ ആ സ്ഥാനത്ത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയത് കൊണ്ട് ശരീഅത്തില്ലാത്ത നുബുവത്തിന്റെ സ്ഥാനം ലഭിക്കുകയുണ്ടായി. അവിടുന്ന് പറയുന്നു, ആകാശത്തിന്റെ കീഴിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ ഒരു നബിയും ഇല്ല, വിശുദ്ധ ഖുർആൻ അല്ലാതെ ഒരു ഗ്രന്ഥവും ഇല്ല. ഏതൊരാളാണോ ഇതിനെ എതിർത്തത് അയാൾ സ്വയം നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി. അദ്ദേഹം അനേകം സ്ഥലങ്ങളിൽ തുറന്നത് ഖത്മുൻ നുബുവത്തിന്റെ യാഥാർത്ഥ്യവും അതിന്റെ സ്ഥാനവും വിശദീകരിച്ചിട്ടുണ്ട്. പറയുന്നു, അഥവാ മുസ്ലിങ്ങൾ ദീനിൽ അടിയുറച്ചു വിശ്വസിച്ചിരുന്നുവെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥ രീതിയിൽ അനുധാവനം ചെയ്തിരുന്നുവെങ്കിൽ എന്റെ വരവിന്റെ ഉദ്ദേശം തന്നെ എന്തായിരുന്നു? അതുകൊണ്ട് തന്നെ അവിടുന്ന് ഒരു സ്ഥലത്ത് പറയുന്നു, ലോകത്തിലെ ഉദാഹരണങ്ങളിൽ നിന്ന് നമുക്ക് ഖത്മുൻ നുബുവത്തിന്റെ ഉദാഹരണം ഇപ്രകാരം നൽകാൻ സാധിക്കും. ഏതുപോലെ ചന്ദ്രൻ ഹിലാലിൽ നിന്ന് ആരംഭിക്കുന്നു, എന്നിട്ട് 14-ാം രാവിൽ വന്ന് അതിന്റെ പൂർണ്ണതയിലെത്തുന്നു. അപ്പോൾ അതിനെ ബദർ എന്ന് പറയുന്നു. അതുപോലെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വന്ന് നുബുവത്തിന്റെ ശ്രേഷ്ഠതകൾ അവസാനിച്ചു. ആരാണോ ഈ വിശ്വാസം കൈക്കൊള്ളുന്നത്, നുബുവത്ത് നിർബന്ധപൂർവ്വം അവസാനിച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് യൂനുസുബിന് മത്തേക്കാൾ അധികം ശ്രേഷ്ഠതയൊന്നും നൽകരുത്. അവർ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുക തന്നെ ചെയ്തിട്ടില്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠതയെക്കുറിച്ചോ പരിപൂർണതയെക്കുറിച്ചോ ഒരു അറിവും അവർക്കില്ല. ഈ മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മ ഉണ്ടായിട്ടും അറിവിൽ കുറഞ്ഞിട്ടും അവർ നമ്മെക്കുറിച്ച് പറയുന്നു, നാം ഖത്മുൻ നുബുവത്തിനെ നിഷേധിക്കുന്നവരാണ്. സ്വയം അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. എന്നാൽ നമ്മെക്കുറിച്ച് പറയുന്നു, നമ്മൾ ഖത്മുൻ നുബുവത്തിനെ നിഷേധിക്കുന്നവരാണ്. പറയുന്നു, ഞാൻ അത്തരം രോഗികളെ കുറിച്ച് എന്ത് പറയാനാണ്? അവരിൽ എന്ത് ഖേദം പ്രകടിപ്പിക്കാനാണ്? അവരുടെ അവസ്ഥ ഇതായിരുന്നില്ല എങ്കിൽ, അവർ ഇസ്ലാമിന്റെ യാഥാർത്ഥ്യത്തിന് തികച്ചും ദൂരപ്പെട്ടിരുന്നില്ല എങ്കിൽ, മുസ്ലിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ അത് ഇപ്രകാരം ആയിത്തീർന്നിരുന്നില്ല എങ്കിൽ, ഇസ്ലാമിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അവർക്ക് ഒരറിവും ഇല്ല, അതിൽ നിന്ന് അവര് ദൂരപ്പെട്ടു പോയിരുന്നില്ല എങ്കിൽ, പറയുന്നു, പിന്നെ എന്റെ വരവിന്റെ ആവശ്യം തന്നെ എന്തായിരുന്നു? അഥവാ അവരിൽ ഈമാൻ സലാമത്തായിരുന്നുവെങ്കിൽ, അവരുടെ ആത്മീയത ശരിയായിരുന്നുവെങ്കിൽ, പിന്നെ എന്റെ വരവിന്റെ ആവശ്യം തന്നെ എന്തായിരുന്നു? ഇവരുടെ ഈമാനിക അവസ്ഥ വളരെയധികം ബലഹീനമായിരിക്കുന്നു. അവർ ഇസ്ലാമിന്റെ ഉദ്ദേശവും അർത്ഥത്തെയും കുറിച്ച് തികച്ചും അജ്ഞരാണ്. അതല്ല എങ്കിൽ അവർ സത്യവാൻമാരോട് ശത്രുത കാണിക്കാൻ യാതൊരു കാരണവുമില്ല. അതിന്റെ ഫലമാകട്ടെ അവർ കാഫിറാകുന്നു. അതായത് ആരാണോ സത്യത്തിൽ നിലനിൽക്കുന്നത്, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അയക്കപ്പെട്ടിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു, അദ്ദേഹത്തോട് ശത്രുതയും വിദ്വേഷവും വെക്കുന്നതിന് ഒരു കാരണവും ഉണ്ടാകുമായിരുന്നില്ല. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ശത്രുത കാണിക്കുന്നു. കാരണം അള്ളാഹു അയച്ചാളോട് ശത്രുത കാണിക്കുന്നത് കാഫിറാക്കി മാറ്റുന്നു. കാരണം ഇവർ നമ്മെ കാഫിർ എന്ന് പറയുന്നു. കലിമ ചൊല്ലുന്ന മുസ്ലിമിനെ കാഫിർ എന്ന് പറയുന്നു. സ്വയം അത് അവരെ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താക്കുന്നു. ഇതിനെക്കുറിച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുമുണ്ട്. ഇവർ നമ്മെ കാഫിർ എന്ന് പറയുമ്പോൾ സ്വയം ഈ ആരോപണത്തിന് കീഴിൽ വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സഹാനുഭൂതിയുടെ വികാരം കൊണ്ട് ഞങ്ങൾ ഈ കലിമ ചൊല്ലുന്നവരോട് ഇത് തന്നെയാണ് പറയുന്നത്, നിങ്ങളുടെ ആ അവസ്ഥകളിലേക്ക് കരുണ കാണിക്കുക, നോക്കുക, മനസ്സിലാക്കുക അള്ളാഹു എന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് പറയുന്നത്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഞാൻ വായിച്ച ഈ ഏതാനും ഉദ്ധരണികൾ സത്പ്രകൃതക്കാരായ മുസ്ലിങ്ങൾക്ക് ഇത് ഹിദായത്തിനുള്ള കാരണമായിരുന്നുവെങ്കിൽ, അവർ നമ്മുടെ മേൽ ആരോപണം ഉന്നയിക്കുന്നതിന് പകരം തങ്ങളുടെ അവസ്ഥകളെക്കുറിച്ച് നോക്കിയിരുന്നുവെങ്കിൽ. പാകിസ്ഥാനിലെ അസംബ്ലിയിൽ ഇവരുടെ പരസ്പരമുള്ള പ്രശ്നങ്ങളിൽ നിയമം നിർമ്മിക്കുന്നതിന്റെ വാക്കുകളെക്കുറിച്ച് നിശ്ചയിക്കപ്പെട്ടതിനു ശേഷം ഏതാനും ദിവസം മുമ്പ് ഒരു അസംബ്ലി മെമ്പർ അനാവശ്യമായി ഒരു പ്രകോപനപരമായ പ്രസംഗം നടത്തി. ഇത് അസംബ്ലിയിലെ മെമ്പർമാർക്ക് വ്യാജമായ ആത്മാഭിമാനം ഉന്നയിക്കുന്നതിനു വേണ്ടി മാത്രമായിരുന്നില്ല, മറിച്ച് അതോടൊപ്പം തന്നെ പൊതുജനങ്ങളെ പ്രകോപിപ്പിക്കാനും രാജ്യത്ത് കുഴപ്പമുണ്ടാക്കാനും വേണ്ടിയുള്ള ഒരു ശ്രമം ആയിരുന്നു. അങ്ങനെ അഹമ്മദികൾക്കെതിരിൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നതിനു വേണ്ടി. ഇതും അയാളുടെ ശ്രമം ആയിരുന്നു, തന്നെ സ്വയം രാജ്യത്തിന്റെ വലിയ കൂറുള്ള ലീഡറായി തെളിയിക്കുക. അയാളുടെ രാഷ്ട്രീയ ജീവിതത്തിന് പുതിയ ജീവൻ ലഭിക്കുന്നതിനു വേണ്ടി.
എന്നാൽ ഇതിൽ അവിടെയുള്ള ചില ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാരും മീഡിയയിലെ ആളുകളും സത്പ്രകൃതക്കാരായ ആളുകൾ അനിഷ്ടം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നാം ഈ അർത്ഥത്തിലും പ്രതീക്ഷ അർപ്പിക്കേണ്ടതാണ്. പാകിസ്ഥാനിൽ അത്തരത്തിലുള്ള നല്ല ആളുകളുടെ വിഭാഗമുണ്ട്. അവർ തെറ്റായ പ്രവർത്തനങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ തുടങ്ങിയിരിക്കുന്നു. ഇവർ അയാൾക്ക് പിന്നെ യാഥാർത്ഥ്യം പറഞ്ഞു കൊടുത്തു. നിങ്ങൾ ഏതെല്ലാം ആരോപണമാണോ ഉന്നയിക്കുന്നത് അതിന്റെ യാഥാർത്ഥ്യം തന്നെ എന്താണ്? തന്റെ ഭാഗത്ത് നിന്ന് വലിയ മൈതാനം കീഴടക്കിയ ഈ അസംബ്ലി മെമ്പർ പറയുകയുണ്ടായി, ഞങ്ങളുടെ ആത്മാഭിമാനം ഇത് അനുവദിക്കുകയില്ല. ഖായിദെ ആസം യൂണിവേഴ്സിറ്റിയിൽ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന് ഡോക്ടർ അബ്ദുസ്സലാമിന്റെ പേര് വെക്കുക എന്നത്. കാരണം അദ്ദേഹം കാഫിറാണ്. അദ്ദേഹം ഖത്മെ നുബുവത്തിനെ വിശ്വസിക്കാത്ത ആളാണ്. ഈ പേര് വെച്ച ആൾ അയാൾ ചിന്തിക്കേണ്ടതായിരുന്നു. ഈ പേര് വെച്ച ആൾ ഇദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയുടെ പ്രധാനമന്ത്രിയായിരുന്നു, പ്രസിഡന്റും ആയിരുന്നു എന്ന് മാത്രമല്ല ഈ അസംബ്ലി മെമ്പറുടെ ഭാര്യാപിതാവും ആയിരുന്നു ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ആത്മാഭിമാനം കാണിക്കാതിരിക്കുകയും പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്തത്? ഇതെല്ലാം ചെയ്യുന്ന സമയത്ത്, കാരണം ഇത് മാത്രമാണ് ഇപ്പോൾ ഈ പാർട്ടിക്കുമേൽ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. ഇയാൾ മനസ്സിലാക്കുന്നു രക്ഷപ്പെടാൻ ഒരൊറ്റ വഴി മാത്രമേയുള്ളൂ, അഹമ്മദികൾക്കെതിരിൽ എന്താണോ വായിൽ തോന്നുന്നത് അത് പറയുക. ഇനി അഹമ്മദികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരു വ്യത്യാസവും ഉണ്ടാവുകയില്ല, പേര് വെക്കുകയോ വെക്കാതിരിക്കുകയോ ചെയ്തു കൊള്ളുക. എന്നല്ല, ഡോക്ടർ സലാം മർഹൂമിന്റെ വളരെ അടുത്ത ബന്ധുക്കൾ, അദ്ദേഹത്തിന്റെ മക്കൾ, അവർ എന്നാണോ ഈ പേര് വെച്ചത് അന്നേ ദിവസം ഡോക്ടർ സലാം മർഹൂമിന്റെ മകനും അദ്ദേഹത്തിന്റെ എല്ലാ മക്കളും പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് കത്ത് എഴുതിയിരുന്നു. അതിന് മറുപടി ലഭിച്ചിട്ടില്ല. ഞങ്ങൾ അത്ഭുതപ്പെടുന്നു. ഡോക്ടർ സാഹിബിന്റെ മരണത്തിന് 20 വർഷങ്ങൾക്ക് ശേഷം പാകിസ്ഥാൻ ഭരണകൂടത്തിന് ഈ ചിന്ത ഉണ്ടായി, പാകിസ്ഥാന്റെ ഈ പ്രസിദ്ധനായ ശാസ്ത്രജ്ഞന്റെ പേര് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന് വെക്കാം എന്ന്. ഇതുകൂടി എഴുതി, എന്റെ പിതാവിനെ പാകിസ്ഥാന്റെ ഭരണഘടന അമുസ്ലിം ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് വളരെ ദുഃഖവും ഉണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം തന്റെ പാകിസ്ഥാൻ പൗരത്വം ഉപേക്ഷിച്ചില്ല. എന്നല്ല, അദ്ദേഹത്തിന് ബ്രിട്ടൻ, ഇറ്റലി, ഏതുവരെ എന്നാൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പോലും പൗരത്വം നൽകാം എന്ന സംസാരമുണ്ടായി. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ എല്ലായ്പ്പോഴും പാകിസ്ഥാനിയോട് കൂറുള്ള ആളായിരുന്നു, എപ്പോഴും പാകിസ്ഥാനോട് കൂറുള്ള ആളായിരിക്കും, അതിന്റെ ഉന്നമനത്തിനു വേണ്ടി എപ്പോഴും പരിശ്രമിക്കും. അങ്ങനെ അദ്ദേഹം പരിശ്രമിക്കുകയും ചെയ്തു. ഏതായിരുന്നാലും ചുരുക്കം ഇതാണ്, ഡോക്ടർ അബ്ദുസലാം സാഹിബിന്റെ കുട്ടികൾ അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് എഴുതിയിരിക്കുന്നു, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾക്ക് അഹമ്മദിയ ജമാഅത്തിന് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ബന്ധമുണ്ട്, ഞങ്ങൾ മസീഹ് മൗദിനെ വിശ്വസിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സലാം സാഹിബിന്റെ അംഗങ്ങൾ, ഡോക്ടർ സലാമിന്റെ മക്കൾ, ഞങ്ങളുടെ അവകാശങ്ങൾ പാകിസ്ഥാനിൽ നൽകപ്പെടുന്നില്ല, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഭരണകൂടത്തിന്റെ ഈ തീരുമാനത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നതിന് പകരം ഒരു ബന്ധമില്ല എന്ന് പ്രകടിപ്പിക്കുന്നു, തങ്ങളെ സ്വയം ഇതിൽ നിന്ന് ഡിസോസിയേറ്റീവ് ചെയ്യുന്നു. ഇതായിരുന്നു ഡോക്ടർ സലാം സാഹിബിന്റെ മക്കളുടെ പ്രതികരണം. അഥവാ പാകിസ്ഥാന്റെ അസംബ്ലി ഈ പേര് മാറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വളരെ സന്തോഷത്തോടുകൂടി മാറ്റിക്കൊള്ളുക. സലാമിന്റെ കുടുംബത്തിനോ അഹമ്മദിയ ജമാഅത്തിനോ ഇതുകൊണ്ട് യാതൊരു വ്യത്യാസവും ഉണ്ടാവുകയില്ല. മറ്റൊന്ന് പറയുന്നത് അഹമ്മദികളെ സൈന്യത്തിൽ എടുക്കാൻ പാടില്ല എന്നാണ്. ഇന്നിവരെ ഉള്ള പാകിസ്ഥാന്റെ ചരിത്രം പറഞ്ഞു തരുന്നത്, അഹമ്മദികൾ എത്ര പേരാണോ സൈന്യത്തിൽ പോയത് അവർ രാജ്യത്തിനു വേണ്ടി എല്ലാ ത്യാഗവും ചെയ്തു. പൊതുവിൽ ത്യാഗങ്ങൾ ചെയ്യാറുള്ളത് സിപ്പാഹിമാരോ ജൂനിയർ കമ്മീഷൻ ഓഫീസറോ ഏറ്റവും കൂടിയാൽ കേണൽ മേജർ വരെ ഉള്ളവരോ ആയിരിക്കും. എന്നാൽ അഹമ്മദികൾ അവർ ജനറൽ റാങ്ക് വരെ എത്തുകയും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുകയും ഷഹീദാവുകയും ചെയ്തു. അങ്ങനെ ഷഹീദായിട്ടുണ്ടെങ്കിൽ അത് അഹമ്മദി ജനറൽ. ഇതിനെ ഇന്ന് പാകിസ്ഥാനിലെ മീഡിയയും ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നു. യാഥാർത്ഥ്യം മുന്നിലുണ്ട്. അവർ പറയുന്നു, നിങ്ങൾ ഇതെന്താണ് ഈ സംസാരിക്കുന്നത്? അവർ പിന്നീട് പേരും എടുത്തു പറഞ്ഞു, ജനറൽ അഖ്തറിന്റെയും ജനറൽ അലിയുടെയും ജനറൽ ഇഫ്തിഖാറിന്റെയും. ഇവരെല്ലാം ഷഹീദായവരാണ്. വളരെ ആവേശത്തോടുകൂടി പ്രസംഗിച്ച ഈ മെമ്പർ സാഹിബ്, ഇയാൾ സൈന്യത്തിൽ ക്യാപ്റ്റൻ സ്ഥാനം വരെ എത്തി, എന്നിട്ട് പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മരുമകൻ ആയതുകൊണ്ട് സൈന്യത്തിൽ നിന്ന് രാജിവെച്ചു, പണം സമ്പാദിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങി രാഷ്ട്രീയത്തിൽ വന്നു. അഥവാ
സ്വരാജ് സ്നേഹത്തിന്റെ ആവേശമുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം സൈന്യത്തിൽ തന്നെ നിൽക്കണമായിരുന്നു, രാജ്യത്തിനു വേണ്ടി ത്യാഗം ചെയ്യണമായിരുന്നു. അതുപോലെ അഹമ്മദിയുടെ മേൽ ഈ ആരോപണം ഉന്നയിക്കുന്നു: ഇവർ സമൂഹത്തെ സേവിക്കുന്നില്ല, അവർ സമൂഹത്തോട് കൂറുള്ളവരല്ല. എന്നാൽ എനിക്ക് പൂർണ്ണമായ ഉറപ്പോടുകൂടി പറയാൻ സാധിക്കും, ഇന്ന് പാകിസ്ഥാനിൽ അഹമ്മദികളാണ് ഹുബ്ബുൽ വത്തൻ മിനൽ ഈമാനിൽ വിശ്വസിക്കുന്നവരായുള്ളത്, അതനുസരിച്ച് പ്രവർത്തിക്കുന്നത്, തങ്ങളുടെ ജീവനും ധനവും ത്യാഗം ചെയ്യുന്നവരായിട്ടുള്ളത്, ചെയ്തുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ കച്ചവടം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി കേവലം പ്രസംഗിക്കുന്നവർ മാത്രമല്ല, ഞങ്ങൾക്ക് രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾ മതത്തിനു വേണ്ടി ജീവൻ നൽകുന്നവരാണ്. എന്നാൽ മതത്തിന്റെ പേരിൽ രാഷ്ട്രീയം മെച്ചപ്പെടുത്തുന്നവരോ മതത്തിന്റെ പേരിൽ രക്തം ചൊരിയുന്നവരോ അല്ല. ഞങ്ങൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖാത്തമുൻ നബീൻ എന്ന് വിശ്വസിക്കുന്നു, അത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനു വേണ്ടി എല്ലാ തരത്തിലുള്ള ത്യാഗവും ചെയ്യാൻ തയ്യാറുമാണ്, ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇൻഷാ അല്ലാഹ് ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ്. എല്ലാ അഹമ്മദികളുടെയും നിർബന്ധ കടമയാണിത്. പാകിസ്ഥാനി അഹമ്മദികളുടെയും നിർബന്ധ കടമയാണ് ഈ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു ഈ രാജ്യത്തെ ഏതൊന്നിനു വേണ്ടിയാണോ അഹമ്മദികൾ വലിയ ത്യാഗം ചെയ്തിട്ടുള്ളത്, ആരംഭം മുതൽ ഇന്നുവരേക്കും ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിനെ എല്ലായ്പ്പോഴും അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ. അക്രമികളും ക്രൂരരുമായ നേതാക്കന്മാരിൽ നിന്നും സ്വാർത്ഥരായ പണ്ഡിതന്മാരിൽ നിന്നും ഇതിനെ രക്ഷിക്കട്ടെ. ലോകത്തിലെ സ്വതന്ത്രവും സംസ്കാര സമ്പന്നവുമായ രാജ്യങ്ങളിൽ പാകിസ്ഥാനും എണ്ണപ്പെടുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله